ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ബിസ്മിസ് ഫുഡ് വേൾഡ്. നമുക്ക് കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് ടോൾ കേക്കിന് വേണ്ടിയിട്ടുള്ള ബോക്സ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നമ്മൾ സാധാരണയായിട്ട് വാങ്ങുന്ന കേക്കിന് ഒരു 170, 200, 250 രൂപ വരുന്ന ടോൾ കേക്ക് ബോക്സാണ്. ഇത് നമുക്ക് കുറഞ്ഞ രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ടോൾ കേക്കിൻ്റെ കുറച്ച് ഡിസൈനിങ് ആണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ടോൾ കേക്കിനല്ലാതെ ഡോൾ കേക്കിനും പിന്നെ 2 ടയർ കേക്കിനൊക്കെ ഇതേപോലെ ബോക്സ് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ഇതേപോലെ ആദ്യം തന്നെ ഐസിങ് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് സെറ്റായ ശേഷം വേണം നമ്മൾ ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ബ്ലാക്ക് ഫോണ്ടൻറ്റ് വെച്ചിട്ടും പിന്നെ ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ടുമാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഫ്ലവറൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഫോണ്ടൻറ്റ് കട്ടർ ഉപയോഗിച്ചിട്ട് ബ്ലാക്ക് ഫോണ്ടൻറ്റ് കട്ട് ചെയ്തിട്ട് അതിൽ ഗോൾഡൻ ഡസ്റ്റ് കൊണ്ട് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതാണ്. നെയിം എഴുതിയിട്ടുള്ളതും ഗോൾഡൻ ഡസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഗോൾഡൻ ഷുഗർ ബോൾസ് ഇതേപോലെ വെച്ച് കൊടുത്ത ശേഷമാണ് കേട്ടോ നമ്മൾ ഇതിൽ നെയിമൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ബോക്സ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇതേപോലെ നമ്മൾ സാധാരണ കേക്കിന് വേണ്ടിയിട്ട് എത്ര ഇഞ്ചിൻ്റെ ബേസാണ് എടുക്കുന്നത് ആ ബേസിനനുസരിച്ചുള്ള ബോക്സാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതേപോലെ ഒരു ബോക്സ് ഇതേപോലെ എല്ലാ സൈഡ് ഭാഗവും ഇതേപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇങ്ങനത്തെ 2 ബോക്സാണ് നമുക്ക് വേണ്ടത്. മറ്റേ ബോക്സ് ഇതേപോലെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ച് വെച്ചിട്ടാണ് ഇതേപോലെ പറയുന്ന പോലെയാണ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. മുകൾ ഭാഗം ആ സൈഡിലേക്കും പിന്നെ ഒരു ഭാഗം ഈ സൈഡിലേക്കും ആക്കിയിട്ടാണ് ഇതേപോലെയാണ് വെച്ച് കൊടുക്കുന്നത്. ഈ വീഡിയോയിൽ കാണും പോലെ തന്നെ നമ്മൾ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ കോർണർ ഭാഗം ഇതേപോലെ ഓരോ ഭാഗവും ലെവലാക്കിയിട്ട് തന്നെ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് നമ്മൾ വേണ്ടത് കേട്ടോ. ഓരോ കോർണറും ഇതേപോലെ നമ്മൾ റെഡിയാക്കിയിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ കൈ വെച്ചിട്ട് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മളിത് മാറ്റി വെക്കുകയാണ്. ഒരു 1.5 കിലോ വരുന്ന ടോൾ കേക്കാണ് കേട്ടത്. അപ്പോൾ നമുക്ക് ഈ കേക്കിന് ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുത്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റായ ശേഷമാണ് ബാക്കിയുള്ള ഡെക്കറേഷനൊക്കെ ചെയ്തെടുക്കുന്നത്. നമ്മൾ സെയിൽ ചെയ്യുന്ന ആളാണെങ്കിൽ ആ പറയുന്ന ടൈമിലാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതേപോലെ ചെയ്തെടുക്കേണ്ടത്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു കേക്ക് ടോപ്പർ വെച്ച് കൊടുക്കുകയാണ്. സൈഡ് ഭാഗമൊക്കെ അതേപോലെ ഫോണ്ടൻറ്റ് ഫ്ലവർ വെച്ച് കൊടുത്തിട്ട് മുകൾ ഭാഗത്തൊക്കെ ഇതേപോലെ നമ്മൾ ഫോണ്ടൻ്റ് ഒന്ന് ഡ്രൈ ആയ ശേഷം വേണം കേക്കിന് മുകളിൽ വെച്ച് കൊടുക്കാനായിട്ട്. പിന്നെ സ്റ്റിക്ക് സൈഡ് ഭാഗത്ത് ഇതേപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലവറൊക്കെ വെക്കേണ്ട ആൾക്കാർക്കാണ് സൈഡ് ഭാഗത്ത് വെച്ച് കൊടുക്കുക. ഞാൻ അത് വെച്ച് കൊടുത്തിട്ടില്ല, കാരണം ഇതന്നെ കാണാനൊരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനുമാണ്, കാണാൻ നല്ലൊരു ലുക്ക് തോന്നിയതുകൊണ്ട് പിന്നെ ഫ്ലവറൊന്നും വെച്ചിട്ട് ഓവറാക്കണ്ടെന്ന് കരുതി അതാണ് കേട്ടോ അതേപോലെ ചെയ്തെടുത്തത്. പിന്നെ സൈഡ് ഭാഗമൊക്കെ ഇതേപോലെ ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതാണ്. ഇപ്പോൾ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. പിന്നെ ഗ്രീൻ കളറും പിന്നെ യെല്ലോ കളറും പിന്നെ ബ്ലാക്ക് കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഗ്രീൻ കളർ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുറേശ്ശെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ കളർ വരും വരെ നന്നായിട്ട് കുറച്ച് ക്രീം എടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ എഗ്ഗ് മിക്സാക്കിയിട്ട് മുകൾ ഭാഗം അതേപോലെ ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ബോക്സിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുത്ത ശേഷം നമ്മൾ ഇതേപോലെ 2 സൈഡ് ഭാഗവും ഒരേപോലെ ആക്കി കൊടുത്ത ശേഷം സൈഡ് ഭാഗം ഒന്ന് ലെവലാണോ നോക്കിയ ശേഷം വേണം കേട്ടോ മുകൾ ഭാഗം ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഒരു ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. സൈഡ് ഭാഗമൊക്കെ എല്ലാ ഭാഗവും ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇളകാത്ത രീതിയിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുത്താൽ മതി. എവിടെയൊക്കെ വേണ്ടതനുസരിച്ച് എല്ലാ ഭാഗത്തും ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.